ഈ മുടിയേറ്റ് എന്ന കലാരൂപം ശരിക്കും പറഞ്ഞാൽ മധ്യ കേരളത്തിലെ ഒരു കലാരൂപമാണ്. അതായത് തൃശ്ശൂരിന് തെക്കോട്ടും കോട്ടയത്തിന് വടക്കോട്ടുമുള്ള ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ തെക്കോട്ട് പോയാൽ പടയണിയായി, വടക്കോട്ട് പോയാൽ തെയ്യമായി. ഇങ്ങനെ ഒരു 3 കലാരൂപങ്ങളാണ് 3 സ്ഥലത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ മധ്യ കേരളത്തിലെ കാളികാവുകളിൽ അനുഷ്ഠാന നാടോടി നാടകമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മുടിയേറ്റ്. പ്രത്യേകിച്ചൊരു പ്ലാറ്റ്ഫോം ഇല്ല. അതാണ് നാടോടി നാടകം. ഒരു വേദി അല്ലെങ്കിൽ തിരുമുറ്റപ്പ്, കീഴ്ക്കാവിൽ ആ നട ഇറങ്ങുന്ന ആലിൻ്റെ ചോട്, ആ ആലിൻ്റെ ചോട്ടിലാണ് വിളക്ക് വെച്ച് മുടിയേറ്റ് അരങ്ങേറുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം മുഴുവൻ നമ്മളൊരു വേദിയായിട്ട് മാറുന്ന രീതിയാണ് മുടിയേറ്റിനുള്ളത്. ഒരു നിശ്ചിത സ്ഥലം ഇല്ല മുടിയേറ്റിന്. ഒരു ഏറ്റവുമായിട്ട് നമ്മുടെ നാടോടി നാടകം, അതായത് മലയാള സങ്കല്പങ്ങളിലെ ആദ്യകാല നാടകങ്ങളിലെ ഒരു നാടകവും കൂടിയാണ് മുടിയേറ്റ്. അത് അമ്മ ദൈവാരാധനയുടെ ഭാഗമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന ഒന്നാണ്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ദുർമരണം, പകർച്ചവ്യാധി എന്നിവ സംഭവിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റ്. അത് നിരവധി മുടിയേറ്റുകൾ തന്നെ ഒരു ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടക്കുന്ന സ്ഥലങ്ങളും വേറെയുണ്ട്. ഇവിടെ കീഴ്ക്കാവിലെ സംബന്ധിച്ച് ഗുരുതി ഇല്ലാത്തത് ആകെ 11 ദിവസമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഉത്സവത്തിൻ്റെ 10 ദിവസവും മുടിയേറ്റും ഉള്ള ദിവസം മാത്രമേ അവിടെ ഗുരുതി ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഗുരുതിയുണ്ട്. അപ്പോൾ ആ കളമെഴുത്തും പാട്ടും കഴിഞ്ഞതിന് ശേഷം, കീഴ്ക്കാവിൽ കളമെഴുത്തും പാട്ടും കഴിഞ്ഞതിന് ശേഷം മുടിയേറ്റ് തുടങ്ങുന്ന രീതിയാണുള്ളത്. 7 വേഷങ്ങളാണ് ഈ കലാരൂപത്തിലുള്ളത്. 7 വേഷങ്ങളെ കൊണ്ട് 7 രംഗങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് മുടിയേറ്റിനുള്ളത്. ദാരികാവധം കഥയെ പ്രമേയമാക്കിയാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. ഇത് ഭദ്രകാളി വഴിപാടായിട്ട് വരാൻ അല്ലെങ്കിൽ അനുഷ്ഠാനമായിട്ട് വരാൻ കാരണം ഭദ്രകാളി ദാരികാവധത്തിന് വേണ്ടി മാത്രമാണ് ജന്മം കൊണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ആ ദാരികാവധം, ആ ഭഗവതി ചെയ്ത പ്രവൃത്തി വീണ്ടും അവതരിപ്പിച്ച് കാണിക്കുകയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തൃപ്തികരം എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് വഴിപാടായിട്ട്. ആ ഭഗവതിയുടെ സന്തോഷിക്കുമ്പോഴാണ് നമ്മൾക്ക് എല്ലാവരും അനുഗ്രഹം കിട്ടുള്ളൂ. അങ്ങനെ ആ അവർ ചെയ്ത പ്രവൃത്തി വീണ്ടും അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ ഭഗവതി വളരെ സന്തോഷവതിയാണ് എന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ മുടിയേറ്റിൻ്റെ ഒരു ഐതിഹ്യം പോണത്.